പതിവ് പോലെ കുടുംബ പ്രേക്ഷകരെയാണ് വിജയ് സൂപ്പറും പൗർണമിയും എന്ന ജിസ് ജോയ് ചിത്രം ലക്ഷ്യമിടുന്നത്. അത് ശരിക്കും വെളിവാക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ സിനിമ. സൂപ്പറല്ലാത്ത വിജയ് എന്ന ചെറുപ്പക്കാരന്റെയും അവന്റെ ജീവിതത്തിലേക്ക് അവിചാരിതമായി കടന്നുവന്ന് സൂപ്പറാക്കുന്ന പൗർണമിയുടെയും കഥയാണ് ജിസ് ജോയ് സംവിധാനത്തിൽ ആസിഫ് അലിയും ഐശ്വര്യലക്ഷ്മിയും അഭിനയിച്ച വിജയ് സൂപ്പറും പൗർണമിയും പറയുന്നത്. മോട്ടിവേഷൻ, പോസിറ്റിവിറ്റി, ട്വിസ്റ്റ് എന്നീ ചേരുവകളാൽ ഒരുക്കുന്ന ഫീൽ ഗുഡ് അനുഭവമാണ് ജിസ് ജോയ് ചിത്രങ്ങളുടെ പ്രത്യേകത. ഈ ചേരുവകൾ തന്നെയാണ് വിജയ് സൂപ്പറും പൗർണമിയിലും അടങ്ങിയിരിക്കുന്നതും. എന്നാൽ ഇടയ്ക്കിടെ വരുന്ന ഹാസ്യരംഗങ്ങളും വൈകാരിക പ്രകടനങ്ങളുമെല്ലാം പുതുമകൾ തന്നോ എന്നത് ഈ സിനിമ കണ്ട പ്രേക്ഷകരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണ്. വീട്ടുകാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം സ്വപ്നങ്ങൾ വേണ്ടെന്ന് വെക്കാൻ ഒരുങ്ങുന്ന രണ്ട് ചെറുപ്പക്കാരുടെ കഥയാണ് വിജയ് സൂപ്പറും പൗർണമിയും പറയുന്നത്. ഷെഫ് ആകുക എന്ന സ്വപ്നം വെടിഞ്ഞ് വീട്ടുകാരുടെ നിർബന്ധത്തിന് ബിടെക് പഠിക്കുന്ന അലസനും ആത്മവിശ്വാസക്കുറവുമുള്ള വിജയിന്റെ വേഷമാണ് ആസിഫ് അലി ചിത്രത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചെറുപ്പം മുതലേ നല്ല ബുദ്ധി വൈഭവം പ്രകടിപ്പിക്കുന്ന സൂപ്പർ ഗേൾ എന്ന് വീട്ടുകാർ വിശേഷിപ്പിക്കുകയും എന്നാൽ കൈവെക്കുന്ന ബിസിനസ് എല്ലാം പരാജയപ്പെടുകയും ചെയ്യുന്ന MBAക്കാരിയായാണ് ഐശ്വര്യലക്ഷ്മിയുടെ പൗർണമി എന്ന കഥാപാത്രം ചിത്രത്തിലെത്തുന്നത്. ആസിഫ് അലി ഐശ്വര്യലക്ഷ്മി കൂട്ടുകെട്ടിലെത്തുന്ന ആദ്യ ചിത്രമാണ് ഈ സിനിമ. മുൻ ചിത്രങ്ങളിലെ പോലെ ഐശ്വര്യലക്ഷ്മി തന്റെ കഥാപാത്രം ഗംഭീരമാക്കിയിട്ടുണ്ട്. ആസിഫ് അലിയുടെ പ്രകടനമാണ് എടുത്തു പറയേണ്ട ഒരു ഘടകം. സിദ്ദിഖ്, രഞ്ജി പണിക്കർ, KPC ലളിത എന്നിവരുടെ കഥാപാത്രങ്ങൾ വൈകാരിക രംഗങ്ങളെല്ലാം തന്മയത്വത്തോടെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതും. അജു വർഗീസ് ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ഒട്ടും മടുപ്പില്ലാതെ കണ്ടിരിക്കാവുന്ന ഒന്നാം പകുതി. എന്നാൽ രണ്ടാം പകുതി ഒന്നാം പകുതിയുടെ അത്രയും പോലും എത്തിയില്ല എന്ന് തോന്നിപ്പോയി. സിനിമയിലേത് മികച്ച സംഗീതം തന്നെയായിരുന്നു. ജിസ് ജോയ് ചിത്രങ്ങളിലെ പ്രധാന ആകർഷണമാണ് ആ സിനിമയിലെ സംഗീതം. പ്രിൻസ് ജോർജിന്റെ സംഗീതം പുതുമ നിറഞ്ഞതായിരുന്നു. ലക്ഷ്യബോധമില്ലാതെ നടക്കുന്ന ചെറുപ്പക്കാരനെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ബോൾഡ് പെൺകുട്ടിയുടെ കഥ എവിടെയൊക്കെയോ കേട്ടിട്ടുള്ളതുപോലെ. എന്നാലും ഈ സിനിമ ഒരു ഫീൽ ഗുഡ് അനുഭവം തന്നെയായിരുന്നു. ഒരു തവണ കണ്ടിരിക്കാവുന്ന ജിസ് ജോയ് മാജിക് ഉള്ള ഒരു ചെറിയ ചിത്രം.